ഹലോ ഗായ്സ്, എൻ്റെ പേര് കൃഷ്ണുണ്ണി ജെയിൻ ആൻഡ് ടുഡേ വി ആർ കമ്മിങ് ഫോർ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെ ഒരു എച്ച് ഒ ഷീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ബോർഡിൽ നമ്മുടെ ഡ്രോയിങ് അല്ലെങ്കിൽ ടേബിളിൽ നമുക്ക് എങ്ങനെ ഒരു എച്ച് ഒ ഷീറ്റ് നമ്മുടെ മിനി ഡ്രാഫ്റ്റ്സായിട്ട് ഫിക്സ് ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ദ വീഡിയോ. അപ്പോൾ ബൂം. ഗൈസ്, ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജെം ക്ലിപ്പാണ്. ജെം ക്ലിപ്പ് ആവശ്യമുള്ള മീൻസ് കയ്യിലുള്ളവർക്ക് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സെലോ ടേപ്പിനെ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു A2 ഷീറ്റാണ്, അല്ലെങ്കിൽ പേപ്പറോ എന്താ A1 നിങ്ങൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിൽ എന്താണോ പറയുന്നത് അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് മിനി ഡ്രാഫ്റ്റാണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മിനി ഡ്രാഫ്റ്റ് ഇപ്പോൾ കാര്യമില്ല, നമ്മൾ മിനി ഡ്രാഫ്റ്റ് അങ്ങ് മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മൾ മിനി ഡ്രാഫ്റ്റ് മാറ്റി വെച്ചേക്കുവാണ്. നമ്മുടെ A2 ഷീറ്റിൻ്റെ ഏറ്റവും അറ്റത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജെം ക്ലിപ്പ് അല്ലെങ്കിൽ സെലോ ടേപ്പ് ഒട്ടിക്കുക. ഓക്കെ, ജെം ക്ലിപ്പാണ് നമ്മളിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും, മേലേക്ക് ഇങ്ങനെ ടൈറ്റ് ആക്കുക ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സെലോ ടേപ്പ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ജെം ക്ലിപ്പ് എടുക്കുക, ആ കോർണറിൽ നമുക്ക് വയ്ക്കാം. ഓക്കെ, ഈ ജെം ക്ലിപ്പ് യൂസ് ചെയ്ത് ഈ അച്ഛൻ തന്നെ യൂസ് ചെയ്യണം. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രോയിങ് ബോർഡൊക്കെ നമ്മൾ മിനി ഡ്രാഫ്റ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്ലെയിൻ സർഫേസ് കൂടെ പോകാനായിട്ട് അതാണ് നല്ലത്. ഇതാണെങ്കിൽ നമുക്ക് എന്താവും, നമ്മുടെ മിനി ഡ്രാഫ്റ്റർ തട്ടിപ്പോവും. ഓക്കെ, യെസ്, ഇത് നമ്മളൊരു കോർണറിൽ ഫിറ്റ് ചെയ്തു. നമുക്ക് ഇവിടെ ഒരു കോർണറിലും കൂടി ഫിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഈ ടേബിളിലായിട്ട് പാൽ ചെയ്തേക്കുവാണ്. ഓക്കെ, ഓക്കെ, നമ്മളത് ഇതാക്കുക, പൊന്തിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യാവുന്നതാണ്, ഓക്കെ, നമ്മളത് ഫിക്സ് ചെയ്തേക്കുവാണ്. നമുക്ക് ഈ ജെം ക്ലിപ്പിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വെക്കാമല്ലേ. ഓക്കെ, അങ്ങ് ഇതും കൂടിയും ഫിക്സ് ചെയ്താൽ എന്തായി, നമുക്ക് റെഡി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്ന് കൃത്യം പാലാക്കുകയാണ് ഞാൻ. ആക്കിയാലും പ്രശ്നമില്ല, നമ്മുടെ മിനി ഡ്രാഫ്റ്റ് നമുക്കൊന്ന് റെഡിയാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ എന്തെടുക്കുക, നമ്മുടെ സെലോ ടേപ്പ് എടുക്കുക. ഓക്കെ, സെലോ ടേപ്പ് നമ്മൾ ഈ കോർണറിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഈ കോർണറിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കത്രിക എടുക്കാം. ഓക്കെ, ഇതാവശ്യമില്ല, നമുക്കൊരു കത്രിക എടുക്കാം, ഒന്നും കൂടി എടുക്കാം. യെസ്, ഓക്കെ, ഇതിവിടെ ഫിക്സ് ചെയ്യാം. നമുക്ക് ഈ വീഡിയോ അങ്ങ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ കോർണറിലും കൂടി ഫിക്സ് ചെയ്യാം. ഇവിടെ ശരിക്കും പാലായിട്ടല്ല നമ്മുടെ സൈഡ് പോകുന്നത്, കാരണം എന്താണ്, ഇത് A1 ഷീറ്റ് കട്ട് ചെയ്തിട്ട് A2 ആക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു എന്തുണ്ട്, നമ്മുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിന് നമുക്ക് ഈ അറ്റത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. യെസ്, നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊന്ന് ചെറിയൊരു പൊന്തിച്ചുണ്ട്, അത് റെഡി ആയിക്കാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സിസേഴ്സും ഇനി ഇതൊന്നും ആവശ്യമില്ല, സെലോ ടേപ്പൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സാധനമാണ് എക്സസൈസ്. അപ്പോൾ നമ്മൾ ഇത് മിനി ഡ്രാഫ്റ്ററാണ്. ഓക്കെ, മിനി ഡ്രാഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് വയ്ക്കുക. ഈ മിനി ഡ്രാഫ്റ്ററിന് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. ഓക്കെ,
അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ ഫിക്സ് ചെയ്യാൻ വിചാരിക്കുക. അതായത് ഫിക്സ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട എവിടെയാണോ അതായത് ഈ ഭാഗത്ത് നമ്മൾ അതങ്ങ് ടൈറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്കെയിൽ കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ടോയെന്ന്. ഇപ്പോൾ തൽക്കാലം വയ്ക്കുകയാണ്. ഇതാ ഒരു മിനിറ്റ്, ടേബിൾ ഒന്ന് മാറ്റുന്നുണ്ട്. ഈ കോർണർ ഇത് ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ്, ഇവിടെ സ്റ്റാൻഡ് ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്നു. പിന്നെ ഈ ബോട്ടം റൈറ്റ് കോർണറും ഓക്കെ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക, എത്തുന്നുണ്ടോ നോക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും നമ്മുടെ മിനി ഡ്രാഫ്റ്റർ. നമുക്ക് എവിടെയാണ് വെച്ചാൽ വരയ്ക്കാനും പറ്റും. അപ്പോൾ ഈ ഇതിൽ നമ്മുടെ പേപ്പറിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മിനി ഡ്രാഫ്റ്ററും നമ്മുടെ ഒരു പേപ്പറും ഫിക്സ് ചെയ്യാന്ന് പറയുന്നത്. യെസ് ഗൈസ്, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ മിനി ഡ്രാഫ്റ്റർ 0 ഡിഗ്രിയിലാക്കാം എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും സൈഡിൽ പോവാം. സൈഡിൽ പോയിട്ട് ആ പേപ്പറിലോട്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മിനി ഡ്രാഫ്റ്റർ ടൈറ്റ് ആക്കുക. ഓക്കെ, നമുക്ക് എല്ലാ സ്ഥലത്തും എന്തായിരിക്കും, കൃത്യം പാനലായിരിക്കും. ഓക്കെ, ഇവിടെ പാനലാണ്. പിന്നെ ഇവിടെയും പാനലാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 0 ഡിഗ്രിയിൽ നമ്മുടെ മിനി ഡ്രാഫ്റ്റർ സെറ്റ് ആക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. സോ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു. അപ്പോൾ ബൂം.